എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളിൽ എല്ലാവർക്കും അടിക്കടി ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ജലദോഷം അല്ലെങ്കിൽ ചുമ, മൂക്കടപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, തൊണ്ടവേദന, പനി, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ജലദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒറ്റമൂലികൾ വെച്ച് നമുക്ക് എങ്ങനെ ഇതൊക്കെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് നമുക്കുള്ള എന്തൊക്കെ ഒറ്റമൂലികൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1. തുളസി. തുളസി വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ജലദോഷം മാത്രമല്ല, വേറെ പലതിനും നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ടെങ്കിലും തുളസി ജലദോഷത്തിന് എത്രത്തോളം ഉപകാരപ്രദമെന്ന് നോക്കാം നമുക്ക്. 1. തുളസിയില ഇട്ടിട്ട് നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയിലയും അതുപോലെ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ 2-3 നേരമായിട്ട് കഴിക്കുന്നതും നമ്മുടെ ജലദോഷവും ചുമയും തൊണ്ടവേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ബുദ്ധിമുട്ടും നമുക്കുണ്ടെങ്കിലും നമുക്കതൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ തുളസിയും അതുപോലെ കുരുമുളകും ഇട്ട് നമ്മൾ കാപ്പി വെച്ച് കുടിക്കുന്നതും നല്ലതാണ്. ഇനി മറ്റൊന്നാണ് തേന്. നമ്മൾ ഒരു നുള്ള് ഇഞ്ചി നീരെടുത്തിട്ട് അത് തേനിൽ കലർത്തിയിട്ട് നമുക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും 2 നേരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മറ്റൊന്നാണ്, നമ്മൾ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി എടുക്കുക, അരിഞ്ഞത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങാ നീരും നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട്, നാരങ്ങ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കണം. എന്നിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മളൊരല്പം തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് കറുവാപ്പട്ട. കറുവാപ്പട്ട പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ പൊടിയിൽ നമ്മൾ തേന് ചേർത്ത് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെയാണ് കറുവാപ്പട്ട പൊടിച്ച് നല്ല പൊടിയാക്കിയിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് ഒരു ടംബ്ലർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് ചായയായിട്ട്, നമ്മൾ ചായ വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ വെക്കുക അതേപോലെ തിളപ്പിച്ചിട്ട് നമ്മൾ ചായയാക്കി കുടിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നാണ് ഇഞ്ചി. നമ്മൾ ഇഞ്ചി ചായ കുടിക്കാൻ, നമ്മൾ സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചി പിഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ചായ കുടിക്കുന്നതും അതുപോലെ തന്നെ ഇഞ്ചിയും കറുവപ്പട്ടയും ഇട്ടിട്ട് നമ്മൾ ചായ വെച്ച് കുടിക്കുന്നതും നല്ലതാണ്. മറ്റൊന്നാണ് ഇഞ്ചിയിൽ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ ആ ഇഞ്ചിൻ്റെ നീരിൽ നമ്മൾ കുറച്ച് കുരുമുളകും മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് ആ വെള്ളം കുടിക്കുന്നതും നമ്മുടെ ജലദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ഇനി മറ്റൊന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മൾ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ പനിക്കൂർക്കലിൻ്റെ നീര് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ പനിക്കൂർക്കൽ നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് നമ്മൾ 1 ടീസ്പൂൺ എടുത്ത് കുടിക്കുക. അതും ജലദോഷവും ചുമയും തുമ്മലും മൂക്കൊലിപ്പും എന്തുണ്ടെങ്കിലും നമുക്കതൊക്കെ മാറിക്കിട്ടും. മറ്റൊന്നാണ് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടാവുമല്ലോ, ആ ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ, ഒരു ബോട്ടിലോ അങ്ങനെ അടപ്പുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൽക്കണ്ടം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുക. ഇപ്പോൾ നമ്മൾ രാവിലെ വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ നീരുണ്ടാവുമല്ലോ, ആ നീര് നമ്മൾ 1 ടീസ്പൂൺ കുടിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും അതുപോലെ തന്നെ നമുക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് നഷ്ടപ്പെടില്ലേ, അല്ലെ സൗണ്ട് കുറഞ്ഞു പോവുക, ആ സൗണ്ട് മാറുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു ഫലപ്രദമായ ഒരു ഒറ്റമൂലി തന്നെയാണ് ഇത്. ഇനി നിങ്ങൾക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ചുക്ക് കാപ്പി പല വിധത്തിൽ പലരും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോൾ ചുക്കൊന്നും വീട്ടിലില്ല അല്ലെങ്കിൽ ചുക്ക് പൊടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഞ്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം. നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും പനിക്കൂർക്കലയും തുളസി ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാപ്പി വെച്ച് കഴിക്കാവുന്നതാണ്. മറ്റൊന്നാണ് പുതിന ഇല ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കുക. അല്ല, നമ്മളത് ചായ ഇടുമ്പോൾ കട്ടൻ ചായൻ്റെ അകത്ത് പുതിന ഇലയുടെ നീര് നമ്മൾ പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പുതിന ഇല അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചായ വെക്കുന്നതും അതുപോലെ തന്നെ നല്ലതാണ്. പിന്നെ മറ്റൊന്നാണ് കുരുമുളക് പൊടിയും. ആ കുരുമുളക് പൊടിയുടെ അകത്ത് നമ്മൾ കൽക്കണ്ടം മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 പൊടി പോലെ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതും ഇതിന് നല്ലതാണ്. മറ്റൊന്ന് ചിറ്റാമൃത്.
ചിറ്റാമൃത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് നമ്മുടെ ചെറിയ ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ആടലോടകത്തിൻ്റെ ഇലയുടെ നീരെടുക്കുക, എന്നിട്ട് നമ്മൾ അതൊരു സ്പൂണോ കഴിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ജലദോഷം, മൂക്കലിപ്പോ അല്ലെ പനിയോ ഈ സമയങ്ങളിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ലോണം വെള്ളം നമ്മൾ കുടിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജലദോഷം മാറാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ചൂട് വെച്ചിട്ട് നമുക്ക് കവിൾ കൊള്ളാവുന്നതാണ്. അതല്ല, ആ ചെറിയ ചൂട് വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കവിൾ കൊള്ളാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ ചൂട് പാലിൻ്റെ അകത്ത് ഒരു അല്പം മഞ്ഞളും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. മറ്റൊന്ന്, നമ്മുടെ ചെറിയ ഉള്ളി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്, അതുപോലെ തന്നെ തുളസിയുടെ നീരും അതിലേക്ക് തേനും ഇത് മൂന്നും ഒരേ അളവിലെടുത്തിട്ട് നമുക്ക് 3 നേരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് ഏലക്കയുടെ പൊടി. ആ പൊടിൻ്റെ അകത്ത് നമ്മൾ തേനും കലർത്തിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഒരുപാട് ഹോം റെമഡീസ് പറഞ്ഞു. ഇത് മാത്രമല്ല, ഇതിലും ഒരുപാട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇതിൽ 1 2 നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ചുക്ക് കാപ്പിയും കുടിക്കാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആവി പിടിക്കാം, നിങ്ങൾക്ക് ചൂടുവെള്ളം കവിൾ കൊള്ളാം. ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജലദോഷം വന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്ക് മേലെയും നിങ്ങൾക്ക് ഈ മൂക്കൊലിപ്പും അല്ലെങ്കിൽ ശ്വാസതടസ്സം ഇതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒറ്റമൂലികളും ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ട് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ്. 2 ആഴ്ചക്ക് മേലെയോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ജലദോഷവും ഇങ്ങനത്തെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റമൂലികൾ ചെയ്ത് വീട്ടിലിരിക്കരുത്. എന്തായാലും ഡോക്ടറെ കാണേണ്ടതാണ്. അതല്ല, ഒരാഴ്ചയിൽ കുറവ് അല്ലെങ്കിൽ ഒരാഴ്ച വരെയുള്ള ജലദോഷങ്ങൾക്ക് നമുക്കിത് ട്രൈ ചെയ്താലും നമുക്ക് നല്ല വ്യത്യാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.